വയനാട് കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഗോത്രബന്ധു അധ്യാപകരുടെ നിരാഹാര സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ. ഇന്നലെ മന്ത്രി തുളസിയുമായി തിരുവനന്തപുരത്ത് സമര നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ ഒരു തീരുമാനം എന്തായി, സമരം ചെയ്യുന്നവർ ആ തീരുമാനം അംഗീകരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടിയൊക്കെ നമുക്ക് പോകണം. പി ജോഷില തയ്യാറായിട്ടുണ്ട് നമ്മളിലേക്ക് എത്തുവാൻ. ജോഷില, ഗുഡ് മോർണിംഗ്. സമരം വീണ്ടും തുടരുകയാണ്. ഇന്നലെ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു മന്ത്രിയുമായി. എന്താണ് തീരുമാനം, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? ഈ ഒരു നിരാഹാര സമരം നടത്തുന്ന ആളുകളുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ് സിന്ധൂരി. നിരാഹാര സമരം ഇപ്പോഴും തുടരുക തന്നെയാണ്. ഗോത്രബന്ധു അധ്യാപികമാർ മുന്നോട്ട് വെച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് 241 അധ്യാപകരെയാണ് ഇവിടെ വയനാട് ജില്ലയിൽ മാത്രം പിരിച്ചുവിട്ടത്. ആ 241 അധ്യാപകരെയും തിരിച്ചെടുക്കണം. അതുമാത്രമല്ല, +2 ആണ് അടിസ്ഥാന യോഗ്യതയായി പുതിയ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ +2 അടിസ്ഥാന യോഗ്യത അല്ല, TTCയും B.Edഉം ഉണ്ടായിരുന്നവരാണ്. നേരത്തെ പഠിപ്പിച്ചിരുന്നവരൊക്കെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറയുന്നത് TTCയും B.Edഉം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നിലനിർത്തണം. കുട്ടികളുടെ നിലവാരം വരെ വലിയ പ്രശ്നമായി വരും എന്നുള്ളതാണ്. പഠിപ്പിക്കുന്ന കുട്ടികളുടെ നിലവാരം വരെ വലിയ പ്രശ്നമായി വരും. അതുകൊണ്ട് തന്നെ ആ TTCയും B.Edഉം നിലനിർത്തണം. മാത്രമല്ല, ഗോത്ര സമൂഹത്തിൽ നിന്നും ഇത്രയേറെ പഠിച്ചു വന്ന ഇത്രയേറെ അധ്യാപികമാർ നിലനിൽക്കുമ്പോൾ +2 അടിസ്ഥാന യോഗ്യതയാക്കി ആളുകളെ തിരികെ കയറ്റാനുള്ള ആ ശ്രമം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം മന്ത്രി തുളസിയുമായി സമര നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു തിരുവനന്തപുരത്ത്. അവരിവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം മറ്റ് ആളുകൾ കൂടി എത്തിച്ചേർന്നതിന് ശേഷം മാത്രമേ തീരുമാനം അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും അല്പസമയത്തിനകം തീരുമാനം ഇവിടെയുള്ള മറ്റുള്ള ആളുകളെ കൂടി അറിയിക്കും. അതിനുശേഷം സമരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമ്പിളി, ഞങ്ങൾ ഇന്നലെ കണ്ടു, ചർച്ച നടത്തി. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്ന് തീരുമാനിച്ചതിന് ശേഷം സമരം തുടരണോ വേണ്ടയോ എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സമരത്തിൽ ചർച്ചയിൽ അനുകൂലമായ തീരുമാനം പറയാൻ പറ്റുമോ? അനുകൂലമായ തീരുമാനം എന്ന് വെച്ചാൽ അവരുടെ നിബന്ധനകൾ പറഞ്ഞു. ഞങ്ങളും ഞങ്ങളുടെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ മറുപടികൾ നമുക്ക് തീർത്തും അംഗീകരിക്കാൻ അംഗീകരിക്കാൻ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്. അപ്പോൾ അത് ഇവരെയും കൂടെ ആലോചിച്ചിട്ട് ഇവർ പറയുന്നതിനനുസരിച്ച് സമരം തുടരണമെങ്കിൽ തുടരും, ഇല്ലെങ്കിൽ അവസാനിപ്പിക്കും. പിന്നീടുള്ള പ്രവർത്തനങ്ങൾ പോലെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പോയിരുന്നു. ഇതിനെക്കുറിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പൂർണ്ണമായ അനുകൂലമായ ഒരു മറുപടി കിട്ടിയെന്ന് നമുക്കിതിൽ പറയാൻ പറ്റില്ല. എങ്കിലും നമ്മളിനി എല്ലാവരോടും ഒരു ചർച്ച ചെയ്തിട്ട് എന്താ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതെ, അവരെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് അവർ ചോദിക്കുന്നത്. അവരെ പരിഗണിക്കാമെന്നും കൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. സിന്ധൂരി, ചർച്ചയിൽ ഇന്നലെ മന്ത്രി തുളസിയുമായി നടത്തിയ ചർച്ചയിൽ ഇന്നലെ പങ്കെടുത്തവരാണ് നമ്മളുടെ കൂടെയുള്ളത്. എല്ലാ ആളുകളും 241 അധ്യാപകരും ഇവിടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അവരുമായി ഇക്കാര്യങ്ങൾ ഇന്നലെ എന്താണോ തീരുമാനമായത് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കും, ഇല്ലെങ്കിൽ സമരം തുടരും എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒരു കാര്യം അവർ ഇപ്പോൾ ഞങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുള്ളത്, വെയിറ്റേജ് മാർക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത്, അതായത് പുതിയ ഇന്റർവ്യൂവിൽ നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പരിഗണിക്കും എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഇവർക്ക് ഗുണകരമായി വരാൻ സാധ്യതയുണ്ട്. കാരണം 241 അധ്യാപകർ കഴിഞ്ഞ 9 വർഷക്കാലമായി ജോലിയിൽ തുടരുന്നവരാണ്. ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മറ്റുള്ളവരെക്കാൾ ഉയർന്നു തന്നെ നിൽക്കും എന്നുള്ളത് കൊണ്ട് ഇവർക്ക് ജോലി എല്ലാവർക്കും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ അല്ലെങ്കിൽ വീണ്ടും സമരരംഗത്തേക്ക് തന്നെ ഈ അധ്യാപകർ ഇറങ്ങാനാണ് സാധ്യത. സിന്ധൂരി, ജോഷില, ഇവിടെ കഴിഞ്ഞ ദിവസം സഭയിൽ മന്ത്രി തുളസി പറഞ്ഞൊരു കാര്യം, PSC അധിഷ്ഠിതമായിട്ടാണ് നിയമനങ്ങൾ നടത്തുന്നത്, പ്രത്യേകമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ആ ഒരു തീരുമാനത്തിൽ നിന്നും ഈ ചർച്ചയിൽ മന്ത്രി പുറകോട്ട് പോയിട്ടുണ്ട്, പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് എന്നൊരു നേരിയ പ്രതീക്ഷ അവരിൽ ഇപ്പോൾ ഉണ്ടോ? മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു നിയമസഭയിൽ ഈ കാര്യം, ഗോത്രബന്ധു അധ്യാപകരുടെ കാര്യം ഉന്നയിച്ചത്. അതിന് മന്ത്രി തുളസി നൽകിയ മറുപടി PSC തീരുമാനപ്രകാരമാണ്, വിജ്ഞാപന പ്രകാരമാണ് തീരുമാനമെടുത്തത് എന്നുള്ളതാണ്. എല്ലാ വർഷവും ഇന്റർവ്യൂ നടത്തുന്നതും ഒക്കെ തന്നെ PSC വിജ്ഞാപന പ്രകാരമായിരുന്നു. എന്നാൽ +2 അടക്കം യോഗ്യതയാക്കിക്കൊണ്ട് ഇത്തവണയാണ് ഇത്തരത്തിലുള്ള വിജ്ഞാപനം ഇറക്കിയത്. അതുകൊണ്ട് തന്നെ അധ്യാപകർ സമരം ശക്തമായി തുടരുകയായിരുന്നു. പിന്നീട് ആരോഗ്യനില വഷളായി ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും
അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് പോയപ്പോൾ അറസ്റ്റ് വരിക്കാൻ തയ്യാറായില്ല. ആ രീതിയിലേക്ക് സമരം കൂടുതൽ രൂക്ഷമായപ്പോഴാണ് ഇന്നലെ മന്ത്രി വന്ന് ചർച്ച ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ എത്തിയത്. മന്ത്രി വന്ന് ചർച്ച ചെയ്താൽ മാത്രമേ സമരത്തിൽ ഒരു തീരുമാനം എടുക്കൂ എന്നായിരുന്നു ഗോത്രബന്ധു അധ്യാപകർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനുശേഷമാണ് മന്ത്രി തുളസിയെ സമര നേതാക്കളും അതുപോലെ തന്നെ AKS നേതാക്കൾ അടക്കം